പ്രിയമുള്ള കുട്ടികളെ, മറ്റൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാൻ, അവയുടെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അകലം ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ പഠിച്ചു. x1 y1 x2 y2 എന്നിവ സൂചക സംഖ്യകളായ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ആയ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം √(x1 - x2) + y1 - y2 ആണ്. ഈ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ആധാര ബിന്ദുവിൽ നിന്ന് ഒരു ബിന്ദുവിലേക്കുള്ള അകലം കാണാൻ പറ്റും. ഇവിടെ O ആധാര ബിന്ദുവാണ്, P ഒരു പോയിന്റ്, അതിൻ്റെ കോർഡിനേറ്റ്സ് XY ആണ്. ഒയിൽ നിന്ന് പിയിലേക്കുള്ള അകലം നമുക്ക് കാണണം. OP എന്ന അകലമാണ് കാണേണ്ടത്. OP കാണണം. OP കാണാൻ എന്ത് ചെയ്യണം? ഇവിടെ x1 - x2 എന്ന് പറഞ്ഞാൽ x - 0 2 y - 0 2 അല്ലേ? √(x - 0 2 + y - 0 2). Distance from P to origin is equal to √(x - 0 2 + y - 0 2). x - 0 എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. അപ്പോൾ x² + y² എന്ന് കിട്ടി. √(x² + y². എന്താ കിട്ടുന്നത്? The distance between the point with the coordinates xy and origin is √(x² + y². ആധാര ബിന്ദുവിൽ നിന്ന് xy എന്ന ബിന്ദുവിലേക്കുള്ള അകലം √(x² + y² ആയിരിക്കും. ഇനി ഇതിലെ അവസാന പേജുകളിലെ ഏതാനും ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ ഓൺ ദ റൈറ്റ്. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ വശങ്ങളുടെയും വികരണങ്ങളുടെയും നീളം കണക്കാക്കുക. നോക്കുക, ചിത്രത്തിലെ ക്വാഡ്രിലേറ്ററൽ ചതുർഭുജം ABCD ആണ്. അതിൽ നോക്കുക, ആദ്യം ഈ സൂചക സംഖ്യകൾ ഒന്ന് പരിശോധിക്കുക. AB A തൊട്ട് B വരെയുള്ള അകലം, ABയുടെ ലെങ്താണ് കാണേണ്ടത്. ഇപ്പോൾ ABയുടെ സൂചക സംഖ്യകൾ നോക്കിയാൽ അറിയാം. നോക്കൂ, ABയുടെ Y സൂചക സംഖ്യകൾ, Y കോർഡിനേറ്റ്സ് ഈക്വൽ ആണ്. നോക്കൂ, -2 -2 ആണ്. Y കോർഡിനേറ്റ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അകലം കാണാൻ എളുപ്പമാണ്. എന്താണ്? X കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസിന്റെ കേവല വില അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടാൽ മതി. വളരെ എളുപ്പമാണ്. ഇവിടെ ഫോർമുല ഒന്നും ഉപയോഗിക്കേണ്ട. എന്താ നോക്കൂ, 1 - -3 അല്ലേ അതിന്റെ കേവല വില. AB = 1 - -3. 1 - -3 1 + 3 = 4. ഇനി നമുക്ക് BC കാണാം. BC എന്താണ്? BCയുടെ കോർഡിനേറ്റ് 0 0 ആണ്. ഒറിജിനിൽ നിന്ന് ബിയിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒറിജിനിൽ നിന്ന് XY എന്ന പോയിന്റിലേക്കുള്ള അകലം x² + y² ആണ്. √(x² + y² ആണ്. അപ്പോൾ ഇവിടെ അകലം എത്രയായിരിക്കും? √(1² + -2 1ന്റെ സ്ക്വയർ 1 -2ന്റെ സ്ക്വയർ 4. അപ്പോൾ √5 എന്ന് കിട്ടും. ഇനി CD യും C ഒറിജിൻ ആയതുകൊണ്ട് അകലം എത്രയാണ്? -√(-3² + 1². -3യുടെ സ്ക്വയർ 9 9 + 1 √10 എന്ന് കിട്ടി. ഇനി ADയുടെ പ്രത്യേകത നോക്കൂ. എയുടെയും ഡിയുടെയും x കോർഡിനേറ്റ് -3 തന്നെയാണ്. സോ AD ഈസ് പാരലൽ ടു y ആക്സിസ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് ആണ്. സോ AD ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 - -2. 1 -2 + 2 ആകും. 1 + 2 3 കിട്ടി. AB ഈസ് ഈക്വൽ ടു എന്താണ്? 1 - -3 അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ. 1 - -3 എത്രയാണ്? 1 + 4 ആണ്. 5ന്റെ അബ്സല്യൂട്ട് വാല്യൂ 5 തന്നെ. അപ്പോൾ AB വളരെ ഈസി ആയിട്ട് കിട്ടി. ഇനി BC ആണോ? BC കാണാൻ എളുപ്പമാണ്. C എന്ന പോയിന്റ് ആധാര ബിന്ദു തന്നെയാണ്, ഒറിജിൻ തന്നെയാണ്. 0 0 ആണ്. ആധാര ബിന്ദുവിൽ നിന്ന് ബിയിലേക്കുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇതിൻ്റെ കോർഡിനേറ്റ്സ് 1 - 2 ആയതുകൊണ്ട് √(1² + -2² ആയിരിക്കും അല്ലേ? BC = 1² + -2². 1² 1 ആണ്. -2ന്റെ സ്ക്വയർ 4. 1 + 4 5. അപ്പോൾ √5 എന്ന് കിട്ടും. ഇതേപോലെ തന്നെ CD കാണാം. ഇന്ന് ആധാര ബിന്ദു ആയതുകൊണ്ട് CD അകലം എന്താണ്? √(-3² + 1² ആണ് അല്ലേ? CD = -3² + 1². -3യുടെ സ്ക്വയർ 9, 1ന്റെ സ്ക്വയർ 1. 9 1 എത്രയാണ്? 10 എന്ന് കിട്ടും. ഇവിടെ CD യും അതുപോലെ തന്നെ കിട്ടും. C ആധാര ബിന്ദു തന്നെ ആയതുകൊണ്ട് സിയിൽ നിന്ന് ഡിയിലേക്കുള്ള അകലം കാണാൻ എന്താണ്? നമ്മൾ പറഞ്ഞു x² + y² ആണ്.
ഇവിടെ -3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, -3യുടെ സ്ക്വയർ 9, 1ൻ്റെ സ്ക്വയർ 1, 9 1 10, അപ്പോൾ √10 എന്ന് കിട്ടി. ഇനി നോക്കൂ എ ഡിയുടെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആണ്, രണ്ടും എത്രയാണ്, -3 ആണ്. അതുകൊണ്ട് ഇത് y അക്ഷത്തിന് സമാന്തരമായിരിക്കും, y ആക്സിസിന് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകലം എന്താണ്, എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ AD is equal to 1 minus -2, that is 1 plus 2 is equal to 3 എന്നും കിട്ടി. ആദ്യത്തെ ഒരു ചോദ്യം കിട്ടുമ്പോൾ കോർഡിനേറ്റ്സുകൾ ഒന്ന് നോക്കുക, അതിൽ എക്സ് കോർഡിനേറ്റോ വൈ കോർഡിനേറ്റോ ഏതെങ്കിലും ഈക്വൽ ആണോ എന്ന് നോക്കുക, അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ ഒറിജിൻ ഉണ്ടോ എന്ന് നോക്കുക, അതൊക്കെ ഉണ്ടെങ്കിൽ അകലം കാണൽ വളരെ എളുപ്പമായിരിക്കും. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് 2 1 3 4 -3 6 വി ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ. 2 1 3 4 -3 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ട ത്രികോണം കിട്ടുമെന്ന് തെളിയിക്കുക. നോക്കുക, ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ 3 മൂലകൾ, 3 ശീർഷങ്ങൾ, അവയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എയുടെ കോർഡിനേറ്റ് 2 1 ആണ്, ബി 3 4 ആണ്, സി -3 6 ആണ്. ഇതൊരു മട്ട ത്രികോണമാണെന്ന് തെളിയിക്കണം, റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കണം. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താണ്, പൈതഗോറസ് സിദ്ധാന്തം, പൈതഗോറസ് തിയറം ശരിയാണെന്ന് തെളിയിച്ചാൽ മതി. അതായത് ഇതിൻ്റെ ചെറിയ 2 വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗ്ഗത്തിൻ്റെ തുകയ്ക്ക് തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈപ്പോട്ടനിസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ അതിൽ ഏറ്റവും നീളം കൂടിയ വശം ആയിരിക്കും ഹൈപ്പോട്ടനിസ്. ഇതിൽ ഏറ്റവും നീളം കൂടിയ വശത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റ് 2 വശങ്ങളുടെ സ്ക്വയറുകളുടെ തുകയ്ക്ക് തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അതിനാദ്യമായിട്ട് നമുക്ക് ഈ ഓരോ വശത്തിന് നീളം കണ്ടു നോക്കാം. AB BC AC കണ്ടു നോക്കാം. ഡിസ്റ്റൻസ് കാണാനുള്ള സൂത്രവാക്യം നമുക്കറിയാം, √(x1 - x2) ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് AB എന്താണ്, ABയുടെ കോർഡിനേറ്റ്സ് 2 1 3 4 ആണ്. അപ്പോൾ 3 - 2 x1 - x2 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റുകളുടെ വ്യത്യാസമാണ്. എക്സ് കോർഡിനേറ്റ് ഇതിൻ്റെ 3 ആണ്, ഇതിൻ്റെ 2 ആണ്. അപ്പോൾ 3 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 1 ഹോൾ സ്ക്വയർ. 3 ൽ 2 കുറച്ചാൽ 1, 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 4 ൽ 1 കുറച്ചാൽ 3, 3ൻ്റെ സ്ക്വയർ 9, 9 1 10, √10 എന്ന് കിട്ടി. ഇതേപോലെ നമുക്ക് അടുത്ത BC കാണാം. BC എന്താണ്, BC is equal to 3 - -3 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 6 ഹോൾ സ്ക്വയർ ആണ്. √3 - -3 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 6 ഹോൾ സ്ക്വയർ. 3 - -3 എന്ന് പറഞ്ഞാൽ 3 + 3 ആകും, 3 + 3 6 ആകും. 6 സ്ക്വയർ പ്ലസ് 4 ൽ 6 കുറച്ചാൽ -2 സ്ക്വയർ ആയി മാറി. 6ൻ്റെ സ്ക്വയർ 36, -2ൻ്റെ സ്ക്വയർ 4, 36 + 4 40. അപ്പോൾ √40 എന്ന് കിട്ടി. BCയുടെ നീളം √40 എന്ന് കിട്ടി. ഇനി അടുത്തത് AC ആണ്. AC ഈസ് ഈക്വൽ ടു എത്രയാണ്, AC 2 - -3 ഹോൾ സ്ക്വയർ 1 - 6 ഹോൾ സ്ക്വയർ. അതിൻ്റെ റൂട്ട് 2 - -3 2 + 3 ആവും. 2 + 3 5 സ്ക്വയർ പ്ലസ് 1 - 6 -5 ആണ്, -5 സ്ക്വയർ. അപ്പോൾ 5 സ്ക്വയർ 25 ആണ്, -5ൻ്റെ സ്ക്വയറും 25, 25 25 എത്രയാണ്, √50. ഇനി നമുക്ക് AC സ്ക്വയർ ഏറ്റവും നീളം കൂടി നമുക്കറിയാം, ഇവിടെ AC ആണ്. അപ്പോൾ AC സ്ക്വയർ സമം AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ നോക്കാം. AB സ്ക്വയർ √10 ആണ് അതിൻ്റെ സ്ക്വയർ, √10ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും, 10 ആണ്. അതുപോലെ BC സ്ക്വയർ എന്ന് പറഞ്ഞാൽ √40 അതിൻ്റെ സ്ക്വയർ, അത് 40 ആയിരിക്കും. 40 + 10 എത്രയാണ്, 50 എന്ന് കിട്ടി. ഇനി AC സ്ക്വയറോ, AC ഇവിടെ √50 ആണ്. അപ്പോൾ AC സ്ക്വയർ √50ൻ്റെ സ്ക്വയർ, അത് 50. അതിൽ എന്താണ്, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈസ് ഈക്വൽ ടു AC സ്ക്വയർ എന്ന് കിട്ടി. ദസ് ട്രയാങ്കിൾ ABC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതിങ്ങനെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. 3ാമത്തെ ചോദ്യം. എ സർക്കിൾ ഓഫ് റേഡിയസ് 10 ഈസ് ഡ്രോൺ വിത്ത് ദ ഒറിജിൻ ആസ് സെന്റർ. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ് 6 9 5 9 6 8 ഈസ് ഇൻസൈഡ്, ഔട്ട്സൈഡ് ഓർ ഓൺ ദ സർക്കിൾ. സെക്കൻഡ് പാർട്ട്, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. ആധാരബിന്ദു കേന്ദ്രവും ആരം 10 ആയി ഒരു വൃത്തം വരയ്ക്കുന്നു. സൂചക സംഖ്യകൾ 6 9 5 9 6 8 ആയ ബിന്ദുക്കൾ ഈ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് പരിശോധിക്കുക. ഈ വൃത്തത്തിൽ 8 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. ഇവിടെ നോക്കുക, 4 പോയിന്റ്
6, 9, 5, 9, 6, 8, 4, 7. ഈ 4 പോയിന്റ്, ഇവിടെ ഒരു സർക്കിളുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ ആധാര ബിന്ദുവാണ്, ഒറിജിനാണ്. റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. ഈ 4 ബിന്ദുക്കൾ വൃത്തത്തിലെ ബിന്ദുക്കളാണോ, വൃത്തത്തിന് പുറത്തെ ബിന്ദുക്കളാണോ, വൃത്തത്തിനകത്തെ ബിന്ദുക്കളാണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുക, അതിൻ്റെ റേഡിയസ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വൃത്തത്തിലെ ബിന്ദുക്കൾ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ അകലെയായിരിക്കും. അപ്പോൾ ഈ ബിന്ദു വൃത്തത്തിലാണെങ്കിൽ ഇതും ഓയിൽ നിന്ന് ഈ ബിന്ദുവിലേക്കുള്ള അകലം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മാത്രമേ വൃത്തത്തിലാകുകയുള്ളൂ. 10-ൽ കൂടുതലാണെങ്കിലോ, ഇപ്പോൾ 10-ൽ കൂടുതലാണെങ്കിൽ വൃത്തത്തിന് പുറത്തായിരിക്കും. 10-ൽ കുറവാണെങ്കിലോ ഇത് വൃത്തത്തിൻ്റെ അകത്തെ ബിന്ദുവായിരിക്കും ഓർക്കുക. അപ്പോൾ വൃത്തകേന്ദ്രത്തിൽ നിന്ന് കൃത്യം 10 സെൻറ്റിമീറ്റർ അകലമുള്ള ബിന്ദുക്കൾ മാത്രമേ വൃത്തത്തിലെ ബിന്ദു ആകുകയുള്ളൂ. 10-ൽ കൂടുതലാണെങ്കിൽ വൃത്തത്തിന് പുറത്തായിരിക്കും. 10-ൽ കുറവാണെങ്കിൽ വൃത്തത്തിന് അകത്തായിരിക്കും. അപ്പോൾ ഓയിൽ നിന്ന് ഈ ഓരോ ബിന്ദുവിലേക്കുള്ള അകലം കണ്ടു നോക്കുക. അത് കൃത്യം 10ആയ ബിന്ദു മാത്രമേ വൃത്തത്തിലെ ബിന്ദു ആകുള്ളൂ. 10-ൽ കൂടിയ ബിന്ദു വൃത്തത്തിന് പുറത്തും 10-ൽ കുറവാണെങ്കിൽ അത് വൃത്തത്തിനകത്തുമായിരിക്കും. അപ്പോൾ നമുക്ക് ഓയിൽ നിന്ന് പിയിലേക്കുള്ള അകലം OP കണ്ടു നോക്കാം. ആദ്യം ഓയും പിയും തമ്മിലുള്ള അകലം നോക്കാം. നമുക്കറിയാം, ആധാര ബിന്ദുവിൽ നിന്ന് ഒരു ബിന്ദുവിലേക്കുള്ള അകലം, അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. x1 y1 ആണെങ്കിൽ √(x1² + y1² ആയിരിക്കും. ഓയിൽ നിന്ന് 6, 9ലേക്കുള്ള അകലം, അതായത് OP എന്ന് പറയുന്നതാണ് √(6² + 9² ആണ്. 6² 36 ആണ്, 9² 81 ആണ്. അപ്പോൾ 117 ആണ്. 117ൻ്റെ റൂട്ട്, അത് നമുക്കറിയാം 100ൻ്റെ റൂട്ടാണ് 10. 100ൻ്റെ √(100) ആണ് 10 അല്ലേ. 100ൻ്റെ വർഗ്ഗമൂലമാണ് 10. ഇവിടെ 117ൻ്റെ വർഗ്ഗമൂലം എന്തായിരിക്കും? എന്തായാലും 10നേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് പിയുടെ സ്ഥാനം എന്താണ്? വൃത്തത്തിന് പുറത്തായിരിക്കും. ഇനി അടുത്ത ബിന്ദു നോക്കാം. OQ √(5² + 9² ആണ്. 5² 25 ആണ്, 9² 81. രണ്ടും കൂടെ കൂട്ടിയാൽ 106 കിട്ടി അല്ലേ. 106 ആണ്. അതും എന്താണ്? വൃത്തത്തിന് പുറത്തായിരിക്കും. 100ൽ കൂടുതലാണ് അല്ലേ. 100ൽ കൂടുതൽ റൂട്ട് വരുമ്പോൾ 10നേക്കാൾ കൂടുതലായിരിക്കും. അതും വൃത്തത്തിന് പുറത്തായിരിക്കും. ഇനി മൂന്നാമത്തെ ബിന്ദു നോക്കാം. OR നോക്കൂ. √(6² + 8² ആണ്. 6² 36 ആണ്, 8² 64 ആണ്. രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 100 കിട്ടി. 100ൻ്റെ റൂട്ട് 10 ആണ്. അതുകൊണ്ട് R എന്ന പോയിന്റ് വൃത്തത്തിലെ ബിന്ദുവായിരിക്കും. ഇവിടെ 6, 8 വൃത്തത്തിലെ ബിന്ദുവായിരിക്കും. ഇനി അടുത്ത ഒരു പോയിന്റ് കൂടെ നോക്കാം. OS √(4² + 7² ആണ് അല്ലേ. 4² + 7². 4² 16 ആണ്, 7² 49 ആണ്. രണ്ടും കൂടെ കൂട്ടിയപ്പോൾ √(65) ആണ്. 65 എന്താണ്? 100നേക്കാൾ കുറവാണ്. അപ്പോൾ അതിൻ്റെ വർഗ്ഗമൂലം 10ൽ കുറവായിരിക്കും. അപ്പോൾ ഇത് എത്രയാണ്? 10ൽ അകലം 10ൽ കുറവായതുകൊണ്ട് ഈ ബിന്ദു S എന്ന ബിന്ദു വൃത്തത്തിന് അകത്തെ ബിന്ദുവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ബിന്ദു മാത്രമേ വൃത്തത്തിലെ ബിന്ദുവുള്ളൂ. ഒന്ന് അകത്തായിരിക്കും, ബാക്കി 2 ബിന്ദുക്കൾ വൃത്തത്തിന് പുറത്തായിരിക്കും. ഇനി നമ്മളോട് സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൃത്തത്തിൽ 8 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നാണ്. ഇത് നമുക്ക് വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കൂ, ഇവിടെ 4 ബിന്ദുക്കൾ നോക്കൂ. ഇവിടുന്ന് ABCD എന്നീ ബിന്ദുക്കൾ അക്ഷങ്ങളിലെ ബിന്ദുക്കളാണ്, ആക്സിസിലെ ബിന്ദുക്കളാണ്. അപ്പോൾ ഓയിൽ നിന്ന് എയിലേക്കുള്ള അകലം 10 ആണ് അല്ലേ. റേഡിയസ് 10 ആയതുകൊണ്ട്, ഈ അകലം 10 ആയതുകൊണ്ട് A x ആക്സിലെ ബിന്ദുവായതുകൊണ്ട് y സൂചക സംഖ്യ 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൂചക സംഖ്യ എത്രയായിരിക്കും? 10, 0. നേരെ ഇടത് സൈഡിലാകുമ്പോഴോ -10, 0. മേലോട്ട് നോക്കൂ, ഇങ്ങോട്ട് 10 ആണ്. 10 y അക്ഷരത്തിൽ 10 ആണ്. അതിൻ്റെ x കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0, 10 ആയിരിക്കും. നേരെ താഴെ വരുമ്പോഴോ 0, -10 ആയിരിക്കും. 4 പോയിന്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 4 പോയിന്റ് കിട്ടി അല്ലേ. 0, 10, -10, 0, 10, 0, 0, -10. 4 കിട്ടിക്കഴിഞ്ഞു. ഒരെണ്ണം നമുക്കിവിടെ കിട്ടി. ഏതാണ്? 6, 8 കിട്ടി അല്ലേ. 6, 8 കിട്ടി. ഇത് ഈ പോയിന്റ് എത്രയാണ്? 6, 8 ആണ് അല്ലേ. ഇത് 6, 8 ആണ്. അപ്പോൾ നോക്കൂ, ഇത് 6, 8 ആണെങ്കിൽ ഇതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ ഒരു പോയിന്റ് കാണാൻ പറ്റും അല്ലേ. ഇത് 6, 8 ആണെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ് എന്താണ്? y കോർഡിനേറ്റ് നേരെ മാറുന്നില്ല, കാരണം ഇത് പാരലായിരിക്കും. y കോർഡിനേറ്റ് 8 തന്നെയായിരിക്കും. x കോർഡിനേറ്റ് എന്തായിരിക്കും? നേരെ ഇടതുവശത്താണ്, 0ൻ്റെ അല്ലെങ്കിൽ ഒറിജിൻ്റെ ഇടതുവശത്തായതുകൊണ്ട് -6, 8 ആയിരിക്കും. അതേപോലെ ഇവിടെ 6, 8 ആണെങ്കിൽ ഇതിൻ്റെ നേരെ താഴെ കാണാം
എക്സ് കോർഡിനേറ്റ് 6 തന്നെയായിരിക്കും. വൈ കോർഡിനേറ്റ് ഇവിടെ പോസിറ്റീവ് 8 ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് 8 ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ബിന്ദു കിട്ടി. അതേപോലെ ഈ സ്ഥാനത്ത് എന്താണ്, ഇവിടെ -6 ആയിരിക്കും എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് -8 ആയിരിക്കും. അങ്ങനെ 8 പോയിന്റുകൾ നമുക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് കിട്ടും. ഇതിൽ നാലാമത്തെ ചോദ്യം നോക്കാം. കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ 1, 1 ആരം √2 വൃത്തം എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കളുടെയും വൈ അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കളുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. Find the coordinates of the points where a circle of radius √2 centered on the point with coordinates 1, 1 cuts the axis. നോക്കുക, ഇവിടെ നോക്കുക, സൂചക സംഖ്യ 1, 1 ആയ ഒരു ബിന്ദു കേന്ദ്രമായി വരച്ചിരിക്കുന്ന വൃത്തമാണ്. ഇതിൻ്റെ റേഡിയസ് √2 ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ വര അക്ഷങ്ങളെ കട്ട് ചെയ്യുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ, അതിൻ്റെ കോർഡിനേറ്റ്സ് കാണുക. അതിനായിട്ട് നമുക്ക് എക്സ് അക്ഷം ആദ്യം വരച്ച് നോക്കാം. എക്സ് അക്ഷം വരച്ചു. എക്സ് അക്ഷത്തെ 2 ബിന്ദുക്കളിൽ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ബിന്ദു നമുക്ക് തൽക്കാലം എ എന്ന് എടുക്കാം. അപ്പോൾ എയുടെ സൂചക സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ എയുടെ ഒരു സൂചക സംഖ്യ നമുക്കറിയാം, കാരണം എക്സ് അക്ഷത്തിലെ പോയിന്റ് ആയതുകൊണ്ട് അതിൻ്റെ വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. ഇനി എക്സ് സൂചക സംഖ്യ കണ്ടുപിടിച്ചാൽ മതി. എക്സ് സൂചക സംഖ്യ അറിയാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം എക്സ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എയുടെ സൂചക സംഖ്യ x0 ആണ്. ഇവിടെ നമുക്ക് പി തൊട്ട് എ വരെയുള്ള അകലം, പി എ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. പി എ √2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പി എയുടെ നീളം √2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പി എ √2 ആയതുകൊണ്ട് പി എ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി പി എ സ്ക്വയർ നമുക്ക് കാണാൻ അറിയാം അല്ലേ. ഈ രണ്ട് പിയുടെയും എയുടെയും സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അകലം എന്ന് പറയുന്നത് x-1 ഹോൾ സ്ക്വയർ പ്ലസ് 0-1 ആയിരിക്കും. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. a-b ഹോൾ സ്ക്വയർ = s സ്ക്വയർ - 2ab + b സ്ക്വയർ ആണ്. എയുടെ സ്ഥാനത്ത് ഇവിടെ x, ബിയുടെ സ്ഥാനത്ത് 1. അപ്പോൾ x സ്ക്വയർ - 2ab എന്ന് പറഞ്ഞാൽ 2 × x × 1. അപ്പോൾ 2x + 1 സ്ക്വയർ, x സ്ക്വയർ - 2x + 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. ഇവിടെ 1 - 0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 1ന്റെ സ്ക്വയർ 1 = 2. ഈ 1 + 1 2 ആണ്. ഈ 2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 2 - 1 2 0 ആയി മാറും. x സ്ക്വയർ - 2x = 0 എന്ന് കിട്ടി. ഈ 1 + 1 2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 2 - 2 = 0. x സ്ക്വയർ - 2x = 0. ഇതിൽ x കോമൺ ഫാക്ടറാണ്. ഈ രണ്ടിൽ ഉണ്ട്. x പുറത്തെടുത്ത് കഴിഞ്ഞാൽ x × x - 2 = 0. ഇവിടെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 0 എന്ന് പറഞ്ഞാൽ അതിലൊന്നെങ്കിലും 0 ആകണം. അപ്പോൾ ഇവിടെ ഒന്നിൽ x 0 ആകാം, അല്ലെങ്കിൽ x - 2 0 ആകാം. x - 2 0 എന്ന് പറഞ്ഞാലോ x = 2 ആയിരിക്കും. അപ്പോൾ x = 0, x = 2. x 0 ആകുമ്പോൾ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 0 ആയിരിക്കും. ഒരു പോയിന്റ് ഇത് 0 0 ആയിരിക്കും. ഇനി 2 ആണെങ്കിലോ ഇത് എയുടെ 2 0 എന്നാകും. അപ്പോൾ 2 പോയിന്റ്സ് എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന 2 ബിന്ദുക്കൾ, ഒന്ന് 0 0-ലായിരിക്കും, ഒന്ന് 2 0-ലായിരിക്കും. അതായത് ഈ ബിന്ദു ഒറിജിൻ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് y അക്ഷം വരയ്ക്കാം. ഇത് ഒറിജിൻ ആയിരിക്കും. ഇനി മറ്റേ y അക്ഷത്തെ കട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ബിന്ദു കാണാൻ ആ ബിന്ദു ബിയുടെ കോർഡിനേറ്റ് 0y എന്നെടുക്കാം. കാരണം ഇത് y അക്ഷത്തിലെ പോയിന്റ് ആയതുകൊണ്ട് x കോർഡിനേറ്റ് 0 ആയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് പി ബി എന്ന അകലം ഉപയോഗിച്ചുകൊണ്ട് വൈയുടെ വാല്യൂ കൂടി കണ്ടുപിടിക്കുക. ഇതോടെ ഈ ചാപ്റ്ററിലെ പ്രധാന ഭാഗങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.